Welcome to the world of knowledge. This is me, Nivartha, here to help you with seated paper 2 psychology paper. Let's discuss with the first question. A teacher observes that an adolescent questions rules and argues logically. ഒരു സ്റ്റുഡൻ്റ് ആണ് അവിടെ ടീച്ചറിനോട് ചോദിക്കുകയാണ് ഓരോ റൂൾസും ഓരോ കാര്യങ്ങളും ആർഗ്യൂ ചെയ്ത് ടീച്ചറിനോട് ചോദിക്കുകയാണ്. അപ്പം ആ കുട്ടിയുടെ ഏത് ഏതൊരു എബിലിറ്റിനെയാണ് ഇവിടെ കാണിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. അതായത് ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റി ആണോ, ഐഡന്റിറ്റി ഫോർമേഷൻ ആണോ, മോറൽ ഡിക്ലൈൻ ആണോ, കൊഗ്നിറ്റീവ് റിഗ്രഷൻ ആണോ എന്നാണ് ചോദിക്കുന്നത്. ഒബ്വിയസ്ലി ഇത് നമ്മുടെ ഒരു പെർട്ടിക്കുലർ ചൈൽഡ് അല്ലെങ്കിൽ പെർട്ടിക്കുലർ സ്റ്റുഡൻറ്റിൻ്റെ ഐഡന്റിറ്റി ഫോർമേഷനെയാണ് അവിടെ കാണിക്കുന്നത്. അതായത് എറിക്സന്റെ വ്യൂ പോയിന്റിൽ അഡോളസൻസ് ഇൻവോൾവ്സ് ഐഡന്റിറ്റി സെർച്ച് ആൻഡ് ക്രിട്ടിക്കൽ തിങ്കിങ്. അതുകൊണ്ടാണ് ആ ഒരു ടീച്ചർ ആ കുട്ടിയെ അങ്ങനെ ഒബ്സർവ് ചെയ്യുന്നത്. Second question. According to Piaget, students of class 8 are mostly in concrete operational stage, pre-operational stage, formal operational stage, sensory motor stage. നമുക്കെല്ലാവർക്കും പിയാഷയുടെ ഓരോ സ്റ്റേജസ് ഒക്കെ നമുക്കറിയാമല്ലേ. ആദ്യം വരുന്നത് എന്താണ്? സെൻസറി ആണ്, പിന്നെ പ്രീ ഓപ്പറേഷണൽ വരും, പിന്നെ കോൺക്രീറ്റ് വരും, പിന്നെയാണ് ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്ലാസ് 8 എന്ന് പറയുന്നത് ഏതൊരു സ്റ്റേജിലായിരിക്കും വരുന്നുണ്ടാവുക? അത് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് ആണ്. അതായത് ക്ലാസ് 8 എന്ന് പറയുന്നത് അറൗണ്ട് നമുക്ക് 11 to 12 ഇയേഴ്സ് ആണ്. അപ്പോൾ 11 to 12 ഇയേഴ്സ് ആണ്. സെൻസറി മോട്ടാറൊക്കെ നമുക്ക് ഏറ്റവും ലോവർ സ്റ്റേജ് ആണ് അല്ലെ, 0 to 2 ഇയേഴ്സ്. അങ്ങനെ നമുക്ക് പോകുന്ന ഓരോ സ്റ്റേജുകളുണ്ട്. അപ്പം ആ ഒരു സ്റ്റേജിൽ 8th സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം അതൊരു 11 വയസ്സ് ആ ഒരു സമയമായിരിക്കും. അതുകൊണ്ട് നമുക്കതിനെ ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറഞ്ഞു. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. A child learns to solve problems independently after teacher guidance. This best explains conditioning, trial and error, internalization, maturation. അതായത് നമ്മളിതിനെ സ്കെഫോൾഡിങ് എന്നും പറയും. ഒരു ചൈൽഡ് തന്നെ പ്രോബ്ലംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്ത് ആദ്യം നമ്മൾ ടീച്ചർ ഹെൽപ്പ് ചെയ്യും, പിന്നെ അതിനുശേഷം മെല്ലെ മെല്ലെ നമ്മുടെ സ്റ്റുഡൻ്റ് തന്നെ അത് ചെയ്യാൻ തുടങ്ങും. അങ്ങനെയുള്ളൊരു മെത്തേഡിന് സ്കെഫോൾഡിങ് എന്നും നമ്മൾ പറയാറുണ്ട്. അത് ആരുടെയാണ് ആ സ്കെഫോൾഡിങ് പറയുന്നത്? ആരാണ് കൊണ്ടുവന്നത്? വൈഗോട്സ്കി ആണ് കൊണ്ടുവന്നത് അല്ലേ. അപ്പം അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു ആൻസർ എന്തായിരിക്കും വരുന്നുണ്ടാവുക? അതേപോലെ കണ്ടീഷനിങ് ആണോ, ട്രയൽ ആൻഡ് എറർ ആണോ, അതോ ഇന്റേണലൈസേഷൻ ആണോ, മെച്ചുറേഷൻ ആണോ? അത് ഇന്റേണലൈസേഷൻ ആണ്. അതായത് സോഷ്യൽ ഇൻട്രാക്ഷൻ എന്ന് പറയും അല്ലെ, ഇൻഡിപെൻഡൻറ്റ് ഫങ്ഷനിങ്, വൈഗോട്സ്കിയുടെ അഭിപ്രായത്തിലുള്ള സോഷ്യൽ ഇൻട്രാക്ഷൻ. അപ്പം നിങ്ങൾക്ക് എന്തൊരു ക്വസ്റ്റ്യനും സോഷ്യൽ ഇൻട്രാക്ഷനിൽ വന്നു കഴിഞ്ഞാൽ അത് എപ്പോഴും ഓർക്കുക വൈഗോട്സ്കി ആണെന്ന്. ഇവിടെയും ഇന്റേണലൈസേഷൻ എന്ന് പറയുമ്പോൾ നമുക്കതൊരു സോഷ്യൽ ഇൻട്രാക്ഷൻ ആണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ വൈഗോട്സ്കിയുടെ ലൈക്ക് ആ ഒരു ടീച്ചർ ഗൈഡൻസ് തന്നു കഴിഞ്ഞാൽ സ്റ്റുഡൻറ്റ് മെല്ലെ മെല്ലെ തൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ തുടങ്ങും തനിയെ എന്നുള്ളതാണ് ഈ ഒരു ആൻസർ മീൻ ചെയ്യുന്നത്. വിച്ച് ടീച്ചർ ബിഹേവിയർ ബെസ്റ്റ് സപ്പോർട്ട് കൺസ്ട്രക്റ്റിവിസ്റ്റ് ലേണിംഗ്? റിപ്പീറ്റിംഗ് ടെക്സ്റ്റ് ബുക്ക് എക്സ്പ്ലനേഷൻസ്, ഗിവിംഗ് ഡയറക്റ്റ് ആൻസേഴ്സ്, എൻകറേജിങ് എക്സ്പ്ലോറേഷൻസ്, കണ്ടക്ടിങ് ഫ്രീക്വൻറ്റ് ടെസ്റ്റ്. അപ്പോൾ കൺസ്ട്രക്റ്റിവിസം എന്ന് പറയുമ്പോൾ എന്താണ്? സ്റ്റുഡൻസ് തന്നെ കൺസ്ട്രക്ട് ചെയ്ത് ലേൺ ചെയ്യുന്നതാണ്, അല്ലാണ്ട് നമ്മളവിടെ ലെക്ചർ മെത്തേഡോ ടീച്ചർ സെൻറ്റേർഡ് മെത്തേഡോ അല്ല. നമ്മളവിടെ ചെയ്യുന്നത് എന്താണ്? സ്റ്റുഡൻറ് സെൻറ്റേർഡും. കൺസ്ട്രക്റ്റിവിസ്റ്റിൽ നമ്മൾ എപ്പോഴും എന്താ ചെയ്യുന്നത്? സ്റ്റുഡൻറ് സെൻറ്റേർഡ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ റിപ്പീറ്റിംഗ് ടെക്സ്റ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ നടക്കുമോ? ഇല്ല. ഡയറക്റ്റായിട്ട് നമ്മൾ തന്നെ ആൻസർ ചെയ്ത കുട്ടികളെ കൊണ്ട് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. പകരം അവർക്ക് എന്ത് ചെയ്യണം? എക്സ്പ്ലോറേഷൻ കൊടുക്കണം. കുറേ അവർ തന്നെ എക്സ്പ്ലോർ ചെയ്ത് അവർ തന്നെ പഠിക്കാനുള്ള ഒരു ചാൻസ് കൊടുക്കണം. അപ്പം അതുകൊണ്ടാണ് നമ്മൾ അവിടെ കൺസ്ട്രക്റ്റിവിസ്റ്റ് ലേണിംഗിൽ എൻകറേജിങ് എക്സ്പ്ലോറേഷൻ എന്ന് പറയുന്നത്. അതായത് ലേണേഴ്സിന് ആക്റ്റീവ് റോള് എംഫസൈസ് ചെയ്യുന്നതാണ് കൺസ്ട്രക്റ്റിവിസത്തിൻ്റെ ഏറ്റവും വലിയൊരു റോൾ എന്ന് പറയുന്നത്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. When intelligence is viewed as the ability to adapt to the environment, it reflects സ്പിയർമാൻ, തോണ്ടേക്ക്, പിയാഷെ, ഗിൽഫോർഡ്. ആരാണ് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ഒരു അഡാപ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് പറഞ്ഞിട്ടുള്ളത്? അത് പിയാഷെയാണ് പറഞ്ഞിട്ടുള്ളത്. പിയാഷെ ഡിഫൈൻഡ് ഇൻ്റലിജൻസ് ആസ് അഡാപ്റ്റേഷൻ. നമുക്ക് കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് നോക്കാം കേട്ടോ. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഡെവലപ്മെൻറ്റ് ഫ്ലോസ് എ ഫിക്സഡ് പാറ്റേൺ. ഡെവലപ്മെൻറ്റ് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ എൻവറോൺമെൻറ്റ്.
ഓൺലി വൺ ട്രൂ, രണ്ടും ട്രൂ ആണോ? അത് എങ്ങനെയാണ്? ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഫിക്സഡ് ആണോ? നമ്മൾ ഒരു 1 ഇയറിൽ മാത്രമാണോ നമ്മൾ ഡെവലപ്പ് ആവുന്നത്? ലൈഫ് ലോങ് നമ്മൾ ഡെവലപ്പ് ആവുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ആദ്യം ചിന്തിക്കുക. എന്നിട്ട് പിന്നെ രണ്ടാമത്തെ പോയിന്റ് ആലോചിച്ച് നോക്കുക. ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എൻവറോൺമെന്റ് നിന്ന് ഇൻഫ്ലുവൻസ് ആവുന്നതാണ് എന്നാണ് പറയുന്നത്. എൻവറോൺമെന്റ് നിന്നാണോ ഡെവലപ്മെന്റ് നമുക്ക് ഇൻഫ്ലുവൻസ് ആവുന്നത്? ഇങ്ങനെ ആലോചിക്കാം. ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് ഫിക്സഡ് ആയിട്ടുള്ള കാര്യം അല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഫിക്സഡ് അല്ല എന്ന് മനസ്സിലായി. അപ്പം നമുക്ക് 1 എന്നുള്ള ഓപ്ഷൻ ഇല്ല. അപ്പം നമ്മൾ ഓൺലി 1 ട്രൂവും ബോത്ത് ഫോൾസും അല്ലെങ്കിൽ ബോത്ത് ട്രൂവും ഉള്ളത് കട്ട് ചെയ്യുക. അപ്പോൾ ബാക്കി നമുക്കുള്ളത് എന്ന് പറയുന്നത് സെക്കൻഡ് ഓപ്ഷനാണ്. ബോത്ത് ഫോൾസ് എന്ന് പറയുമ്പോൾ നമ്മൾ സെക്കൻഡ് വായിച്ചു നോക്കുക. എൻവറോൺമെൻറ്റിൽ നിന്ന് ഏകദേശമൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെട്ടതാണ് ഒബ്വിയസ്ലി ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. നമ്മൾ അതും കട്ട് ചെയ്തു. ബാക്കിയുള്ള ഓപ്ഷൻ നമുക്ക് 2 ആണ്. ഇതിലൂടെ നിങ്ങൾക്ക് ലൈക്ക് ഓപ്ഷൻസ് കട്ട് ചെയ്തിട്ട് ഓപ്ഷനിലേക്ക് എത്താനുള്ള ഒരു ഇതും കൂടി നമുക്ക് പഠിക്കാം ഈ ഒരു ഇതെന്ന്. അപ്പോൾ ഓപ്ഷൻ ബി ആണ്, ഓൺലി 2 ഇസ് കറക്റ്റ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ. ലേണിംഗ് ഓൾവേസ് റിസൾട്ട് ഇൻ ബിഹേവിയർ ചേഞ്ച്. ബിഹേവിയർ ചേഞ്ച് ഇസ് ഓൾവേസ് ഡ്യൂ ടു ലേണിംഗ്. ഇത് തിരിച്ചും മറിച്ചും ഇട്ടൊരു ചോദ്യമാണ്. ലൈക്ക് ലേണിംഗ് പഠിച്ചാൽ നമുക്ക് ഒബ്വിയസ്ലി നമ്മുടെ ബിഹേവിയറിൽ ചേഞ്ച് ഉണ്ടാവും എന്നാണ് പറയുന്നത്. അതേപോലെ പഠിക്കുന്നത് കൊണ്ട് ബിഹേവിയർ ചേഞ്ച് ആവുന്നത് പഠിക്കുന്നത് കൊണ്ടാണ് എന്നാണ് പറയുന്നത്. ലൈക്ക് പഠിച്ച ബിഹേവിയറിൽ ചേഞ്ചസിൻ്റെ റിസൾട്ട് ഉണ്ടാവും. ബിഹേവിയർ ചേഞ്ച് ഇസ് ഓൾവേസ് ഡ്യൂ ടു ലേണിംഗ്. പഠിക്കുന്നത് കൊണ്ട് മാത്രമാണ് ബിഹേവിയർ ചേഞ്ച് ആവുന്നത് എന്നാണ് പറയുന്നത്. എനിക്ക് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് കാണുമ്പോൾ അത്ര യോജിപ്പില്ല. കാരണം നമ്മൾ പഠിക്കുന്നത് കൊണ്ട് മാത്രമല്ല നമ്മൾ ബിഹേവിയർ ചേഞ്ച് ആവുന്നത്, സോഷ്യലി ഇൻട്രാക്ട് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ ചേഞ്ച് ആവുന്നത് അല്ലേ. അപ്പം നമുക്ക് പഠിക്കുന്നത് കൊണ്ട് ബിഹേവിയർ മാറാം എന്ന് നമുക്ക് പറയാം. സോ ഓപ്ഷൻ 1 ലൈക്ക് ഓൺലി 1 എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ. കാരണം ബിഹേവിയർ മേ ചേഞ്ച് ഡ്യൂ ടു ഫെറ്റീഗ്, ഇൽനെസ് എക്സെട്ര. കാരണം ഒരിക്കലും നമ്മൾ ബിഹേവിയർ ചേഞ്ച് ആവുന്നത് പഠിക്കുന്നത് കൊണ്ട് മാത്രം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പഠിക്കുന്നത് കാരണം ഒരു ബിഹേവിയർ ചേഞ്ച് ആവാം എന്നുള്ളത്, ലൈക്ക് റിസൾട്ട് വരും എന്നുള്ളത് ഒരു പോയിന്റ്. അങ്ങനെ ഇനി ഇൻ്റലിജൻസിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇറ്റ് ഈസ് യൂണിറ്ററി, ഇറ്റ് ക്യാൻ ബി മൾട്ടിപ്പിൾ. അതായത് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് യൂണിറ്ററി ആണ്, പിന്നെ അത് മൾട്ടിപ്പിളും ആണ്. ക്യാൻ ബി മൾട്ടിപ്പിൾ എന്നും പറയുന്നുണ്ട്. അപ്പം എന്താണ് ആൻസർ വരിക? ഇൻ്റലിജൻസ് ഒന്നാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇൻ്റലിജൻസ് പല തരത്തിലുണ്ടല്ലേ. സോ ഓപ്ഷൻ 2 ആണ്, ലൈക്ക് ഓപ്ഷൻ ബി ആണ്, ഓൺലി 2 ആണ് കറക്റ്റ്. കാരണം മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ഒക്കെ നമ്മുടെ ഗാർഡനറൊക്കെ പറയുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 9th one, adolescents are emotionally unstable. Emotional changes are normal in adolescence. ഒബ്വിയസ്ലി അഡോളസെൻസിൻ്റെ ഇമോഷണൽ എപ്പോഴും സ്റ്റേബിൾ ആണോ? അല്ല. അഡോളസെൻസ് എന്നല്ല, ഈവൻ ഫ്രം ദ ലോവർ ഗ്രേഡ് ഓൺവേർഡ്സ് നോട്ട് എവ്രി വൺ ആർ സെയിം. എവ്രി വൺ ഇസ് ഹാവിങ് എ മൂഡ് സ്വിങ്സ്, റൈറ്റ്? സോ ആ ഒരു മൂഡ് സ്വിങ്സ് എന്ന് പറയുന്നത് എപ്പോഴും ഇമോഷണലി സ്റ്റേബിൾ ആയിരിക്കണം എന്നില്ല. അപ്പോൾ ഫസ്റ്റ് അങ്ങനെ ഇരിക്കട്ടെ. സെക്കൻഡ് വൺ വായിക്കാം. ഇമോഷണൽ ചേഞ്ചസ് ആർ നോർമൽ ഇൻ അഡോളസെൻസ്. അല്ലേ, ഇമോഷണൽ ചേഞ്ച് എന്ന് പറയുന്നത് അഡോളസെൻസിൽ നോർമൽ തന്നെയാണ്, ഇല്ലെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല അല്ലേ. നിങ്ങൾക്ക് നമ്മൾ കടന്നുപോയ ആ ഒരു അഡോളസെൻസിൽ തന്നെ ആ ഒരു സ്റ്റേജസ് തന്നെ നിങ്ങൾക്ക് ആലോചിക്കാം. നമ്മൾ എങ്ങനെയൊക്കെ ആയിരുന്നു, ഈവൻ നമ്മൾ ഇപ്പം എങ്ങനെയാണ് എന്ന് ആലോചിക്കാം. അഡോളസെൻസിന് ഇമോഷണൽ ചേഞ്ചസ് വന്നിട്ട് നോർമലാണ്, അത് ഓക്കെ. അപ്പോൾ ഈ ഓപ്ഷൻ 2 എന്ന് പറയുന്നത് ശരി തന്നെയാണ്. ഓപ്ഷൻ 1 എന്ന് പറയുന്നതും അഡോളസെൻസ് ആർ ഇമോഷണലി അൺസ്റ്റേബിൾ എന്ന് പറയുന്നുണ്ട്. ഒബ്വിയസ്ലി നമ്മൾ എപ്പോഴും സ്റ്റേബിൾ ആയിട്ടുള്ള ഇമോഷൻസ് ഉണ്ടാവില്ല എന്നുള്ളതും ശരി തന്നെയാണ്. പക്ഷേ നമ്മൾ അത് പറഞ്ഞിട്ട് നമ്മളെ തരം താഴ്ത്തുക എന്ന് പറയുന്നത് നമുക്ക് ശരിയല്ലല്ലോ. എല്ലാ കാര്യങ്ങളും അൺസ്റ്റേബിളായിട്ട് ഉണ്ടാവില്ല, കുറേ കാര്യങ്ങൾ നമുക്ക് സ്റ്റേബിളായിട്ട് തന്നെ ഉണ്ടാവും. ലൈക്ക് ഇമോഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളതല്ല അല്ലേ. നമുക്കിതിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അതായത് ഇമോഷണൽ ചേഞ്ചസ് ആർ നോർമൽ ഇൻ അഡോളസെൻസ്, ദാറ്റ് ഈസ് അക്സെപ്റ്റബിൾ ടു ദ സൊസൈറ്റി. ഇമോഷൻ വന്നിട്ട് എപ്പോഴും വേരിയേഷൻ ചെയ്യും അല്ലേ. ലൈക്ക് എപ്പോഴും അതൊരു സ്റ്റേബിളായിട്ടുള്ള കാര്യമല്ല, നോട്ട് ഇൻസ്റ്റെബിലിറ്റിയും അല്ല. അപ്പം അത് വേരിയേഷൻ ഉണ്ടാവുന്ന കാര്യമാണ്. അപ്പോൾ ഒരിക്കലും അത് അൺസ്റ്റേബിൾ ആണെന്നോ സ്റ്റേബിൾ ആണെന്നോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ. ലേണിംഗ് ഈസ് എ ലൈഫ് ലോങ് പ്രോസസ്. ലേണിംഗ് സ്റ്റോപ്സ് ആഫ്റ്റർ സ്കൂളിംഗ്.
ഇതിൽ നമുക്ക് എന്താ പറയുന്നത്, ഫസ്റ്റ് വൺ പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റും സെക്കൻഡ് വൺ നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റും പോലെയാണ് ഉള്ളത്. ലേണിംഗ് എന്ന് പറയുന്നത് ലൈഫ് ലോങ് പ്രോസസ്സാണ്. അവർ ആദ്യം തന്നെ പറഞ്ഞു അതൊരു ലൈഫ് ലോങ് പ്രോസസ്സാണ്. പിന്നെ എങ്ങനെയാണ് നമുക്കത് സ്കൂൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സ്റ്റോപ്പ് ആവും എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അങ്ങനെ വഴിയില്ലല്ലോ. നിങ്ങൾക്ക് ലേണിംഗ് ഒരു ലൈഫ് ലോങ് പ്രോസസ്സാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഓപ്ഷൻ 1 തന്നെയായിരിക്കും നമ്മളെല്ലാവരും ചൂസ് ചെയ്യുന്നത്. കാരണം ഇപ്പോഴും സ്റ്റിൽ വി ആർ ലേണിംഗ്. ആസ് എ ടീച്ചർ നമുക്കൊരു ഒഴിവില്ല, നമ്മളടക്കം സ്റ്റിൽ ലേണിംഗ് ആണല്ലേ. അപ്പോൾ അതുകൊണ്ട് ലേണിംഗ് ഇസ് എ ലൈഫ് ലോങ് പ്രോസസ്സ് എന്നുള്ളത് ഏറ്റവും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ലേണിംഗ് സ്റ്റോപ്പ് ആഫ്റ്റർ സ്കൂളിംഗ് എന്നുള്ളത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ ആൻസർ ഇസ് ഓപ്ഷൻ എ, ഓൺലി 1. നമുക്ക് ഇനി ഒരു 5 ക്വസ്റ്റ്യൻസും കൂടെ നോക്കാം. എ ടീച്ചർ യൂസസ് പീർ ഡിസ്കഷൻ ടു സോൾവ് പ്രോബ്ലംസ്. ദിസ് റിഫ്ലക്ട് ഇൻഡിവിജ്വൽ ലേണിംഗ്, സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം, കണ്ടീഷനിങ്, ഡ്രിൽ മെത്തേഡ്. ടീച്ചർ എന്താ യൂസ് ചെയ്യുന്നത്? പീർ ഡിസ്കഷനാണ് യൂസ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ട്? ടു സോൾവ് പ്രോബ്ലംസ് എല്ലാം സോൾവ് ചെയ്യാൻ പീർ ഡിസ്കഷൻ യൂസ് ചെയ്യുമ്പോൾ അവിടെ എന്ത് വരുന്നു? സ്റ്റുഡൻസും തമ്മിലൊരു കണക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഇവിടേക്ക് പോകുന്നു, ഇവരിവിടെ ചോദിക്കുന്നു, അങ്ങനെ ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ അവിടെ ഫോം ആവുന്നുണ്ട്. അങ്ങനെ ഫോം ആവുന്നതിനാണ് നമ്മൾ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം എന്ന് പറയുന്നത്, അക്കോർഡിംഗ് ടു വൈഗോട്സ്കി. പണിഷ്മെന്റ് ഇൻ classroom should create fear, humiliate learners, correct behavior, assert authority. ഒരിക്കലും പണിഷ്മെന്റ് എന്താവരുത്? ഫിയറിലേക്ക് ആയി പോവരുത്. അവരെ പേടിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു പണിഷ്മെന്റ് ആയി പോവരുത്. അവരെ ഹ്യൂമിലേറ്റ് ചെയ്യരുത്, അടിച്ചമർത്തപ്പെടരുത്. എന്താണ്? അസേർട്ട് അതോറിറ്റിയിലേക്ക് നമ്മളാണ് വലുത് എന്നുള്ള ആ ഒരു തോന്നൽ അവരെ ക്രിയേറ്റ് ചെയ്യാണ്ടിരിപ്പിക്കുക. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ ബിഹേവിയറിനെ കറക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള പണിഷ്മെന്റ് കൊടുക്കുക എന്നുള്ളതാണ്. സോ ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. വിച്ച് അസസ്മെന്റ് ഹെൽപ്സ് ഇംപ്രൂവ് ലേണിംഗ്? ഡയഗ്നോസ്റ്റിക്, സമ്മേറ്റീവ്, നോം റെഫറൻസ്ഡ്, സെലക്ഷൻ ടെസ്റ്റ്. ഇതെന്തുകൊണ്ടാണ് ഡയഗ്നോസ്റ്റിക് എന്ന് നമ്മൾ പറയുന്നത്? ആൻസർ ഇസ് ഡയഗ്നോസ്റ്റിക് അസസ്മെന്റ്. എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം പറഞ്ഞു കഴിഞ്ഞു, ഇവിടെ നമുക്കൊരു റെമഡിയൽ ടീച്ചിങ് കിട്ടും, സ്കെഫോൾഡിങ് കിട്ടും. നമുക്ക് ടീച്ചർ സപ്പോർട്ട് ചെയ്തതിന് ശേഷം കുട്ടി മെല്ലെ മെല്ലെ ഇൻഡിവിജ്വലായിട്ട് പഠിക്കുന്ന ഒരു രീതിയാണ് നമ്മൾ ഡയഗ്നോസ്റ്റിക്കിലേക്ക്. ഇതിനെന്താ പറയുന്നത്? ഒരു ഫീഡ്ബാക്കിലൂടെ നമ്മൾ പഠിച്ചെടുത്ത് ലേണറിൻ്റെ വീക്ക്നെസ് എന്താണ്, സ്ട്രെങ്ത് എന്താണ്, വീക്ക്നെസ് എന്താണെന്ന് അനുസരിച്ചിട്ട് പഠിപ്പിക്കുന്ന ഒരു രീതിയാണ് ഡയഗ്നോസ്റ്റിക് മെത്തേഡ് എന്ന് പറയുന്നത്. സോ ബെസ്റ്റ് ടു ഇംപ്രൂവ് ലേണിംഗ് ഇസ് ഡയഗ്നോസ്റ്റിക് മെത്തേഡ്. A learner performs better with guidance than alone. This gap is called readiness, ZPD, intelligence, reinforcement. അതായത് ഒരു ഗൈഡൻസ് കിട്ടിയതിന് ശേഷം ലേണർ തനിയെ പഠിക്കുന്നു എന്നുള്ള ഇതിനെന്താ നമ്മൾ പറയാ? സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ്. ഹൂസ് കോൺസെപ്റ്റ് ഇസ് ദിസ്? വൈഗോട്സ്കീസ് കോൺസെപ്റ്റ്. Motivation that comes from within the learner is extrinsic, social, intrinsic, external. അപ്പം തന്നെ മനസ്സിലാക്കുക, ലേണറിന് ഉള്ളിൽ നിന്ന് വരികയാണെങ്കിൽ, ഉള്ളിൽ എന്നാണെങ്കിൽ അതായത് ഇന്നാണെങ്കിൽ ഇൻട്രൻസിക്, ഔട്ട് എന്നാണെങ്കിൽ അത് എക്സ്ട്രൻസിക്. നിങ്ങൾ ഇങ്ങനെ ആലോചിക്കുക, ഔട്ടിന് പകരം എക്സിറ്റ് എന്ന് ആലോചിക്കുക. എക്സിറ്റ് ആണെങ്കിൽ അത് എക്സ്ട്രൻസിക്, ഇന്നാണെങ്കിൽ അത് ഇൻട്രൻസിക്. ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ ഓർമ്മ വയ്ക്കുക. ഇനിയും നമുക്ക് ക്വസ്റ്റ്യൻസ് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. അതുവരയ്ക്കും ദിസ് ഇസ് മീ നിവാർത്ത സൈനിങ് ഓഫ് വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ്. താങ്ക് യു ആൻഡ് ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്.